ഞാൻ പറയുന്നത്, ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ പ്രവർത്തിക്കുന്നത് മാത്രമേ ശരിയെന്ന് ആരും വിചാരിക്കാതിരിക്കുക. നമ്മുടെ മനസ്സ് അങ്ങനെ അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തോറ്റുപോകുകയുള്ളൂ. ഒരു ചിന്താഗതി നമുക്ക് പലപ്പോഴും ഉണ്ട്. എവിടെയായിരുന്നാലും അങ്ങനെ ഒരു ആധികാരികമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാകാതിരിക്കുന്നത്. സദുക്കായർ ചിന്തിക്കുകയാണ് പുനരുത്ഥാനമില്ല. ആ പുനരുത്ഥാനമില്ല എന്ന ചിന്ത അവരുടെ ഉള്ളിൽ കയറി കിടക്കുന്നത് കൊണ്ട് അവരെല്ലായിടത്തും ഇതില്ല ഇല്ല എന്ന് പറഞ്ഞ്, അതുപോലെ യേശുവിൻ്റെ അടുത്ത് വന്ന് പോലും അവർ സംസാരിക്കുക, യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ ചോദിക്കുക, നീ പുനരുത്ഥാനമൊന്നുമില്ല, നീ എന്തിനിങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കണേ, അവനെ വാക്കിൽ കൊടുക്കാൻ വേണ്ടി സംസാരിക്കുക. ഈ പൊട്ടക്കിണറ്റിലെ തവളകളെ പോലെയാണ് നമ്മളൊക്കെ. നമ്മൾ ഇങ്ങനെയാണ് ജീവിക്കുന്നത്. ചില ആശയങ്ങൾ നമ്മൾ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അതാണ് സത്യമെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. പിന്നെ ആര് പറഞ്ഞാലും നമ്മളത് മനസ്സിലാക്കില്ല. ഒരു തുറവിയില്ലാത്തൊരു മനസ്സ് നമുക്കുണ്ടാകും. നമ്മൾ ചിന്തിക്കേണ്ടതേ ഉള്ളൂ, നമ്മൾ പറയുന്നത് മാത്രമല്ല, നമ്മൾ ചിന്തിക്കുന്നത് മാത്രമല്ല, നമ്മൾ പ്രവർത്തിക്കുന്നത് മാത്രമല്ല, ഞാൻ മാത്രമല്ല ശരി എന്ന ചിന്ത ഒന്ന് മാറ്റുക. എൻ്റെ കുടുംബത്തിൽ ഭർത്താവ് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഒന്ന് കേൾക്കാൻ, അത് ഒന്ന് അന്വേഷിക്കാൻ. ഭാര്യ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അത് കേൾക്കാൻ. അപ്പോഴേക്കും അതിനെ നെഗോഷിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് നെഗറ്റീവായിട്ട് പറഞ്ഞ് നശിപ്പിച്ച് കളയുന്നൊരു വാദഗതിയാണ് നമ്മൾ ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്തുണ്ടാകുന്നു? ആ വ്യക്തി തന്നെ ഒരു ഉണർവില്ലാത്ത വ്യക്തിയായിട്ട് മാറുന്നു. ഈ സദുക്കായർ ചെയ്തതുപോലെ തന്നെ നമ്മൾക്ക് അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടി കർത്താവിൻ്റെ സന്നിധി എളിമയോടിരിക്കുക, മറ്റുള്ളവരെ കേൾക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഫ്രാങ്ക് എന്ന ചിന്തകൻ പറയുന്നു, മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേരച്ചൂട്ട് പോലെയാണ്. ഈ പേരച്ചൂട്ടും മനസ്സും തുറന്നില്ലെങ്കിൽ ഒരു ഉപകാരമില്ല. പേരച്ചൂട്ടും മനസ്സും ഉപകാരമില്ലെങ്കിൽ, തുറന്നില്ലെങ്കിൽ ഒരു ഉപകാരം ഉണ്ടാകില്ല. മനസ്സ് അടച്ചു വെക്കുന്നു, ഒരു അപകടം വരുമ്പോൾ പേരച്ചൂട്ടും തുറക്കുന്നില്ല. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നശിച്ചു പോവുകയുള്ളൂ. അതുകൊണ്ട് തുറവിയുള്ള ഒരു മനസ്സുള്ള വ്യക്തിയായിട്ട് മാറണം. പുതിയ കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ, അല്ലെങ്കിൽ പുതിയ ചിന്തകൾ എൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ തുറന്ന മനസ്സോടുകൂടി സ്വീകരിക്കാൻ ആ മനസ്സുണ്ടായാൽ നമുക്ക് സംസാരിക്കാൻ മാത്രമേ മനസ്സുള്ളൂ. കേൾക്കാൻ ആർക്കും ഒരു സമയമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു ചൈനീസ് പഴമൊഴിയുണ്ട്, നിങ്ങൾ കുറച്ച് സംസാരിക്കുക, 100 വർഷം കേൾക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇത്രയും നാൾ ജീവിച്ചു, എന്തോരം സമയം കേട്ടിട്ടുണ്ടാകും, എന്തോരം സമയം മറ്റുള്ളവരെ ഒന്ന് കേൾക്കാൻ മനസ്സുണ്ടാകും. നമ്മൾ പറയുന്നതൊക്കെ ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ശരി, ഇതാണ് ഞാനാണ് ശരി, ഞാൻ മാത്രമേ ശരി എന്ന് പറഞ്ഞ് ഇങ്ങനെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. കേൾക്കാനുള്ളൊരു മനസ്സും കൂടി. അതുപോലെ ഞാനാണ് ആധികാരികത എന്നുള്ള ചിന്ത ഒന്ന് മാറ്റുക. കൂടുതൽ കൂടുതൽ അറിവുകൾ നേടാൻ കർത്താവിൻ്റെ മുമ്പിൽ എളിമയുള്ളവരായിട്ട് മാറാൻ പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം.